ായിട്ട് ബന്ധപ്പെട്ടു അതിനു മുമ്പ് ഇപ്പൊ ഇന്നലെ ഞാനിപ്പോ എറണാകുളത്തുണ്ടായി. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ ബണ്ടി സഞ്ജയ് ജി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടാണ് ഞാനിപ്പോ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ ഇത് വരുന്നത്. അപ്പോ നിലവില് ധാരാളമായിട്ടുള്ള മന്ത്രിമാരും ആളുകളൊക്കെ പോരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആണെങ്കിൽ ആ വിഭാഗത്തിലെ ആളുകളെ പോയി കാണും. അങ്ങനെ മൈനോറിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ വന്നിട്ട് ആ ആളുകളുമായിട്ട് കണ്ടു, സംവദിച്ചു, പോയി അവരുടെ പരാതികൾ കേട്ടു. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞു മനസ്സിലായി കേട്ടിടത്തോളം ഇപ്പോൾ മൈക്രോ മൈനോറിറ്റിയുടെ ഒരു കാര്യം, സ്റ്റാറ്റസിന്റെ കാര്യമൊക്കെയാണ് സംസാരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. അതില് ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ കഴിഞ്ഞ 10, 60, 70 വർഷമായിട്ട് ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ കേരളത്തിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത്ര അധികമായിട്ടുള്ളത്. ബാക്കി ഓൾ ഇന്ത്യ ലെവലിൽ ഇവരുടെ അവസ്ഥ എന്താണ്? പോട്ട് കേരളത്തിൽ തന്നെ ഇവരുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ മൈനോറിറ്റി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിന് OBC-യിൽ 12% തന്നെ സംവരണം കൊടുക്കുമ്പോൾ ഇവർക്ക് എത്രയാണ് കൊടുക്കുന്നത്? അങ്ങനെ അതായത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള എത്രയോ വിഷയങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ആ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ജനങ്ങളും മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടാണല്ലോ